നമസ്കാരം. അഴിമതിവിമുക്തമാം വികസനം നിർഭയം ദൃഢമായ ചുവടുമായി ജനസേവനം. അഴിമതിവിമുക്തമാം വികസനം നിർഭയം ദൃഢമായ ചുവടുമായി ജനസേവനം. കരുണതൻ താങ്ങായി സാന്ത്വനം സ്വപ്നങ്ങൾ അവസത്യമാകുന്ന പ്രിയ കേരളം. കരുണതൻ താങ്ങായി ഞങ്ങൾ നവകേരളം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇനി കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നൊക്കെ പറഞ്ഞ ഒരു സർക്കാരുണ്ട്. ആദ്യം അധികാരത്തിൽ കയറിയത് ഓർമ്മയുണ്ടോ? നമ്മുടെ പിണറായി സർക്കാർ. രണ്ടാം സർക്കാർ എത്തിയപ്പോൾ മുഖ്യന്റെ ഇടവും വലവും നിന്നവരൊക്കെ മാറി പുതിയവര് വന്നേ. എന്നിട്ടെന്തായി? വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി മുറിച്ചു. പാതി ശിവൻകുട്ടി സഖാവിന് കളിക്കാൻ കൊടുത്തു. ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കുന്നു. ഒരു മിനിറ്റ്, ഇതെന്താ നാക്കേറി ചുറ്റണ്? മറ്റേ പാതി ബിന്ദു ടീച്ചർക്കും കൽപ്പിച്ച് കൈ വെച്ച് കൊടുത്തു. ടീച്ചർ പ്രൊഫസറാണേ, ഹോം സയൻസ് അല്ല, വിഷയം വേറെയാ, വകുപ്പ് ഉന്നത വിദ്യാഭ്യാസവും. അപ്പോൾ പിന്നെ വിട്ടുപിടിക്കാനേ പറ്റത്തില്ല. കട്ട ഇംഗ്ലീഷിന്റെയും ഫ്ലാഷ് മോബിന്റെയും ഇടയിൽ ടീച്ചറമ്മയ്ക്ക് എവിടെന്നോ എന്തോ സമയം കിട്ടണത്. ചെല്ലുന്നിടത്തെല്ലാം തകർപ്പൻ പ്രസംഗങ്ങൾ. തെറ്റൊന്നും ടീച്ചറമ്മയ്ക്ക് ഒരു വിഷയമേ അല്ല. പിന്നെ തിരുത്തിക്കോളൂന്ന് യൂട്യൂബിലെ ചുള്ളനും ചുള്ളത്തിമാരും ഒക്കെ തിരുത്തുമല്ലോ, അത് ടീച്ചറമ്മയ്ക്ക് അറിയാം. അത് മതി തൽക്കാലം. ചെല്ലുന്നിടത്തെല്ലാം പേപ്പറുകൾ കിട്ടും. മലയാളത്തിലാണെങ്കിൽ 6 ബോറാണേ. ഇംഗ്ലീഷിൽ ഉണർന്ന്, ഇംഗ്ലീഷിൽ നടന്ന്, ഇംഗ്ലീഷിൽ കുളിച്ച്, ഇംഗ്ലീഷിൽ ഉറങ്ങുന്ന ടീച്ചർക്ക് മലയാളം എഴുത്ത് കണ്ടാലേ ഇറ്റ്സ് എ തിങ് ടു കീപ് അവേ ആണ് കേട്ടോ. മോളെ ഇങ്ങ വാ, പേശി മുടി. As an activist, I am interested in changing this scenario. Our Indian society is primarily hierarchical, pyramidal, and women reside at the bottom. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ് അതട്ടിക്കോ. A sincere നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരുങ്ങി. Miss Bindu, give us your routine. What did you start your day with? What did you do today right from the morning? meetings. Meetings. Wherever I go, I take my house in my head. ഇപ്പോഴും കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ നവകേരള പര്യടനം കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന സമ്മേളനം വരെ വിജയകരമായി കഴിച്ച് കാലാക്കി വിശ്രമിക്കുന്ന നമ്മുടെ മുഖ്യനെ പറയിപ്പിക്കുന്നതും ഇവര് തന്നെ, അല്ലാതെ ആര്? ഭയങ്കര സാക്ഷരതയുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ആർ ബിന്ദു. നയാ മുക്ത് ഭാരത് അഭിയാൻ പരിപാടി, എൻ്റെ അമ്മോ അത് ഹിന്ദിയിലാണ് കേട്ടോ, അതങ്ങ് സംഘടിപ്പിച്ചു. അത് തന്നെയാണ് കേട്ടോ ടീച്ചറമ്മ പെട്ടുപോയത്. ഇംഗ്ലീഷുമല്ല, പ്യുവർ മലയാളവുമല്ല, ഹിന്ദി. അവിടെ വെച്ച് കുറേ പാവപ്പെട്ട ജനങ്ങൾ നിവേദനം സമർപ്പിച്ചു. നടത്തിത്തരാം, ഞാൻ നടത്തി തന്നിരിക്കും, നടത്തിത്തരാം എന്ന് പറഞ്ഞ് ആയമ്മ ആ നിവേദനം വാങ്ങി കക്ഷത്തും വെച്ചു. അതിൽ ചേറൂർ സ്വദേശിയായ സ്ത്രീ നൽകിയ നിവേദനവും ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ശാരീരിക പരിമിതിയുള്ള തൻ്റെ ഭർത്താവിൻ്റെ സ്ഥലം മാറ്റം സംബന്ധിച്ചായിരുന്നു നിവേദനം. ആയമ്മ ഏറ്റതാ, അവരിപ്പ തന്നെ കാര്യം നടത്തിത്തരുമെന്ന് പറഞ്ഞ് അവര് സമാധാനിച്ചിരുന്നു. പിന്നീടല്ലേ കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. മന്ത്രിക്ക് നേരിട്ട് നൽകിയ അപേക്ഷ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തി. ആയമ്മ ഇങ്ങനെ നടത്തി കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചു കാണില്ല. നയാ മുക്ത് ഭാരത് അഭിയാൻ പരിപാടിക്ക് പോയ ആയമ്മ കരുതിയത് തന്നെ നിവേദനങ്ങളൊക്കെ ഹിന്ദിയിലാണെന്നേ. അതുകൊണ്ട് പറ്റിപ്പോയതാണേ, അല്ലാതെ ആയമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരൂല. തൃശൂർ ഇരിങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവള്ളക്കാവ് പാറക്കോവിൽ റോഡിനരികിൽ തള്ളിയ മാലിന്യത്തിലാണ് നിവേദനം കണ്ടെത്തിയത്. പാവം അവര്. ഇപ്പൊ സ്ഥലം മാറ്റം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്ഥലം മാറ്റം കിട്ടിയത് നിവേദനത്തിനായിരുന്നു എന്ന് മാത്രം.
ആയമ്മ പാപ്പ ഉണ്ടിട്ട് കയ്യും ചിറിയും തുടച്ചൊറ്റ പോക്കങ്ങ് പോയി. ചടങ്ങിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യത്തിനോടൊപ്പമാണ് അപേക്ഷ കണ്ടെത്തിയത്. റോഡിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഈ സംഭവം വെളിച്ചത്ത് വന്നു. മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടു അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല, ഞങ്ങളെല്ലാം ശരിയാക്കാൻ വന്നവരാണ് എന്ന് പറഞ്ഞു അത്രേ. വോട്ടർമാരുടെ ആവശ്യങ്ങളും അപേക്ഷകളും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന പിണറായി മന്ത്രിസഭയുടെ യഥാർത്ഥ മുഖമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത്. എല്ലാം ശരിയാക്കാൻ വന്നവര് നന്നായി ശരിയാക്കുന്നുണ്ട് എല്ലാം. Let's Alvida, stay tuned for Teacher Amma. Teacher Amma will be back again. എന്തായാലും കുപ്പയിൽ നിന്ന് കിട്ടിയ പെറ്റി മലയാളം നിവേദനം ഏറ്റുവാങ്ങാൻ ആരെയോ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.